കിഫ്ബി പ്രവർത്തനം ആരംഭിച്ചിട്ട് 25 വർഷമാവുകയാണ്. രജത ജൂബിലി ആഘോഷിക്കുന്ന കിഫ്ബിക്ക് എല്ലാ ഭാവുകങ്ങളും ഞാൻ ആശംസിക്കുകയാണ്. പക്ഷേ കിഫ്ബി എന്ന ഒരു ധനകാര്യ മാനേജ്മെൻറ്റ് സ്ഥാപനം നമ്മുടെ സംസ്ഥാനത്ത് നിയമം മൂലം രൂപീകരിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കുന്നതും അറിയുന്നതും 2016 പിണറായി ഗവൺമെൻറ് കാലത്താണ്. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് ബഡ്ജറ്റിൽ അനുവദിക്കുന്ന പണം മാത്രം മതിയാകാതെ വരുമെന്ന ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കിഫ്ബിയെ പുനരുജ്ജീവിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതികളുമായിട്ട് സംസ്ഥാന ഗവൺമെൻറ്റും ബഹുമാന്യനായിട്ടുള്ള മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയനും അന്നത്തെ ധനകാര്യമന്ത്രിയായിട്ടുള്ള ഡോക്ടർ തോമസ് ഐസക്കും മന്ത്രിസഭയാകെയും മുന്നോട്ട് വന്നത്. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഇതപര്യന്തമുള്ള ചരിത്രത്തിലെ അവിശ്വസനീയമായ വികസന പ്രവർത്തനങ്ങൾക്കാണ് കിഫ്ബി നേതൃത്വം നൽകുന്നതിന് വേണ്ടി തയ്യാറായത്. കിഫ്ബി മുഖേന ഏതാണ്ട് 90,000 കോടിയുടെ വികസന പ്രവർത്തനങ്ങൾ സംസ്ഥാനത്ത് നടന്നു എന്ന് പറയുമ്പോൾ തന്നെ എത്രമാത്രം വലിയ പിന്തുണയാണ് കിഫ്ബിയിലൂടെ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വികസന പദ്ധതികൾക്ക് കിട്ടിയതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പ്രയാസമുണ്ടാകില്ല. തുടക്കം മുതൽ തന്നെ കിഫ്ബിയെ ആക്ഷേപിക്കുകയും കിഫ്ബിയെ അപമാനിക്കാൻ ശ്രമിക്കുകയും ചെയ്ത ആളുകളാണ് കേരളത്തിലെ പ്രതിപക്ഷം. പക്ഷേ പ്രതിപക്ഷ കക്ഷി നേതാക്കന്മാരുടെ മണ്ഡലമടക്കം എല്ലാ നിയോജക മണ്ഡലങ്ങളിലെയും അടിസ്ഥാന സൗകര്യ വികസനത്തിന് കിഫ്ബിയെ ഉപയോഗപ്പെടുത്താൻ അവർക്ക് സാധിച്ചു എന്നുള്ളത് സന്തോഷകരമുള്ള കാര്യമാണ്. എൻ്റെ നിയോജക മണ്ഡലം കഴക്കൂട്ടമാണ്. കഴക്കൂട്ടത്തെ ദീർഘകാല സ്വപ്ന പദ്ധതികളൊക്കെ തന്നെ പ്രാവർത്തികമാക്കുന്നതിന് വേണ്ടിയിട്ട് കഴിഞ്ഞത് കിഫ്ബിയിലൂടെയാണ്. പൂർണ്ണമായെന്ന് ഞാൻ പറയുന്നില്ല. ഇപ്പോൾ മെഡിക്കൽ കോളേജ് കേരളത്തിൻ്റെ ആദ്യത്തെ മെഡിക്കൽ കോളേജാണ്. ഒരു സമഗ്ര വികസന പദ്ധതിക്കാണ് കിഫ്ബിയിലൂടെ നമ്മൾ രൂപം കൊടുത്തത്. 717 കോടി രൂപയുടെ ഒരു സമഗ്ര വികസന പദ്ധതി, ഒരു മാസ്റ്റർ പ്ലാൻ അംഗീകരിക്കുകയുണ്ടായി. അതിൻ്റെ ഫസ്റ്റ് ഫേസേ നമുക്കിപ്പോൾ പൂർത്തീകരിക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളൂ. സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ഇങ്ങനെ 2-3 ഫേസുകളിലൂടെ 717 കോടി രൂപയുടെ ആ വികസന പദ്ധതിയെ ലക്ഷ്യം കാണേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ദീർഘകാലത്തെ ജനങ്ങളുടെ ഒരു സ്വപ്നമായിരുന്നു എൻ്റെ നാട്ടിൽ കടകംപള്ളിയിൽ പേട്ട ആനയറ ഉരുവാതക്കോട്ട റോഡിൻ്റെ വികസനം എന്ന് പറയുന്നത്. അതിന് ഏതാണ്ട് 133.60 കോടി രൂപ. അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏതാണ്ട് ഒരു 50% മേലെയായി. അത് സമയബന്ധിതമായിട്ട് പൂർത്തീകരിക്കുന്ന തിരക്കിലാണ് കോൺട്രാക്റ്റ് എടുത്ത കോൺട്രാക്റ്റിംഗ് കമ്പനി ULCCS. ശ്രീകാര്യം മേൽപ്പാലം ദീർഘകാലം ആയിട്ടുള്ള നമ്മുടെ തലസ്ഥാന നഗരിയിലെയും പുറത്തുനിന്ന് തലസ്ഥാന നഗരിയിലേക്ക് എത്തുന്ന ജനങ്ങളുടെയും ഒരാഗ്രഹമായിരുന്നു. ഒരു ബോട്ടിൽ നെക്കായിരുന്നു അത്. മണിക്കൂറുകൾ കാത്തുകിടക്കേണ്ടി വരും അവിടെ ഒരു മേൽപ്പാലം സ്ഥാപിക്കുക എന്ന് പറയുന്നത്. അതിന് കിഫ്ബിയാണ് ഫണ്ടിങ് ഏജൻസിയായിട്ട് നിൽക്കുന്നത്. 166 കോടി രൂപയാണ് ആ മേൽപ്പാല വികസനത്തിനായിട്ട് നീക്കി വെച്ചിട്ടുള്ളത്. അതിൻ്റെ സ്ഥലമെടുപ്പ് പൂർത്തീകരിച്ചു. നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. മണ്ണന്തല പൗടിക്കോണം ശ്രീകാര്യം മാതൃകാ റോഡ്, അതിൻ്റെ 1ാം ഘട്ട പ്രവർത്തനങ്ങൾ ഇപ്പോൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. 137 കോടി രൂപയാണ് ആ 1ാം ഘട്ടത്തിന് വേണ്ടി സ്ഥലമെടുക്കാൻ വേണ്ടി മാത്രം ഗവൺമെൻറ് ഇതിനകം ചെലവഴിച്ചിട്ടുള്ളത്. 2ാം ഘട്ടം മണ്ണന്തല പൗടിക്കോണം ശ്രീകാര്യം, അതിൻ്റെ സ്ഥലമെടുപ്പിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ഇപ്പോൾ നടന്നു വരികയാണ്. അതുപോലെ തന്നെ കഴക്കൂട്ടം മഹാദേവ ക്ഷേത്രം എടത്താവളം എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റ് മുഖ്യമന്ത്രിയുടെ ഒരു സ്വപ്ന പദ്ധതിയായിരുന്നു. 100 കോടി രൂപ അനുവദിച്ചപ്പോൾ എൻ്റെ മണ്ഡലത്തിലാണ് 10 കോടിയുടെ പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചത്. കഴക്കൂട്ടം മഹാദേവ ക്ഷേത്രത്തിൽ 10 കോടി രൂപയുടെ എടത്താവള പദ്ധതി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ സ്കൂളുകളുടെ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം കഴക്കൂട്ടം ഹയർ സെക്കൻഡറി സ്കൂള്
ഹയർ സെക്കൻഡറി സ്കൂള് ഇതെല്ലാം തന്നെ കിഫ്ബിയിലൂടെ വികസന പ്രവർത്തനങ്ങൾ യാഥാർത്ഥ്യമാക്കിയ സ്കൂളുകളാണ്. 6ഉം 5ഉം കോടി രൂപയാണ്, ഏതാണ്ട് 11 കോടി രൂപയാണ് 2 സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടിയിട്ട് നീക്കിവെച്ചിട്ടുള്ളത്. വളരെ വലിയൊരു പദ്ധതിയാണ് ആക്കുളം കായൽ റിജുവനേഷൻ സ്കീം എന്ന് പറയുന്നത്. 98 കോടി രൂപയാണ് കിഫ്ബി ആ പദ്ധതിക്ക് വേണ്ടി നീക്കിവെച്ചിട്ടുള്ളത്. അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടില്ല. ഒരുപാട് സാങ്കേതികമായിട്ടുള്ള പ്രശ്നങ്ങൾ നേരിടുന്ന ഒരു പദ്ധതിയാണത്. ഒരു മാതൃകയൊന്നും നമ്മുടെ മുന്നിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ ചില പ്രശ്നങ്ങൾ അത് അവശേഷിക്കുന്നുണ്ട്. എന്തായാലും കിഫ്ബിയുടെ ഫണ്ടിങ് അവർ കൃത്യമായിട്ട് നൽകിയിട്ടുണ്ട്. 98 കോടി രൂപയാണ് നൽകിയിട്ടുള്ളത്. അതിൻ്റെ നിർമ്മാണവും പെട്ടെന്ന് തന്നെ ആരംഭിക്കാൻ കഴിയുമെന്നുള്ള വിശ്വാസമാണ് എനിക്കുള്ളത്. കാര്യവട്ടം യൂണിവേഴ്സിറ്റി ക്യാമ്പസിനകത്ത് കിഫ്ബിയുടെ സഹായത്തോടു കൂടി 35 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികളാണ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ എൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ തന്നെ കോടിക്കണക്കിന് രൂപയുടെ വികസന പദ്ധതികൾ നടപ്പിലാക്കാനായിട്ട് കിഫ്ബി എന്ന സാമ്പത്തിക സ്ഥാപനത്തെ, ധനകാര്യ സ്ഥാപനത്തെ നമുക്ക് പ്രയോജനപ്പെടുത്താൻ സാധിച്ചു എന്നുള്ളത് കിഫ്ബിയുടെ മഹത്വത്തെ വിളിച്ചറിയിക്കുന്നൊരു കാര്യമാണ്. അതിനെ ആക്രമിക്കാനും അപമാനിക്കാനും ഒക്കെ ശ്രമം നടക്കുമ്പോഴും ഏതാണ്ട് 90,000 കോടിയുടെ വികസന പ്രവർത്തനങ്ങൾ, വലിയ പാലങ്ങൾ, വലിയ റോഡുകൾ, ദേശീയപാതാ വികസനം, തീരദേശ വികസനം, ഹൈവേ വികസനം തുടങ്ങി ഇങ്ങനെ നാടിൻ്റെ സമഗ്രമായിട്ടുള്ള വികസനത്തിനും പുരോഗതിക്കും വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് സാമ്പത്തിക പിന്തുണ ഏകാൻ കഴിയുന്ന ധനകാര്യ സ്ഥാപനമായിട്ട് കിഫ്ബിയെ മാതൃകാപരമായി സുതാര്യമായി ഉയർത്തിക്കൊണ്ടുവരാൻ സംസ്ഥാന ഗവൺമെൻറ് സാധിച്ചു. അതിന് തുടക്കം മുതൽ നേതൃത്വം കൊടുക്കുന്ന ശ്രീ KM എബ്രഹാം, 2016 കാര്യമാണ് ഞാൻ സൂചിപ്പിക്കുന്നത്, നമ്മുടെ ചീഫ് സെക്രട്ടറി ആയിരുന്ന ഒരു മാതൃകയായിട്ടുള്ള ഒരു സീനിയർ IAS ഓഫീസർ, മറ്റുള്ളവർക്ക് ഒരു മാതൃക, അനുകരണീയമായിട്ടുള്ള ഒരുപാട് മാതൃകകൾ സൃഷ്ടിച്ച സീനിയർ IAS ഓഫീസറാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഇപ്പോൾ ശ്രീമതി മിനി ആൻ്റണിയും അവിടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഒരു പറ്റം ഉദ്യോഗസ്ഥരുണ്ട്. പ്രത്യേകം പേരെടുത്ത് ഞാൻ പറയാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത്, എല്ലാവരുമായിട്ട് ആത്മബന്ധമുള്ള ഒരാളാണ് ഞാൻ. അവരുടെ എല്ലാവരുടെയും ആത്മാർത്ഥമായിട്ടുള്ള നിലപാടുകളും പിന്തുണയും ഈ വികസന പ്രവർത്തനങ്ങൾക്ക് സഹായകരമായിട്ടുണ്ട്. കിഫ്ബി ഒരു ഉറുപ്പിക മുടക്കുമ്പോൾ കിഫ്ബിയെ സംബന്ധിക്കുന്നതായിട്ടുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അതിൻ്റെ ക്വാളിറ്റി, കിഫ്ബിയുടെ 1 രൂപയിലൂടെ നടക്കുന്ന പ്രവർത്തനത്തിൻ്റെ ക്വാളിറ്റി അവർ അഷ്വർ ചെയ്യുന്നു എന്നുള്ളതാണ്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു കാര്യം. അതിനെയാണ് ചിലർ എതിർക്കുന്നത്. ആ ക്വാളിറ്റി അഷ്വർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ചില സാങ്കേതികമായിട്ടുള്ള ഇടപെടലുകളും പരിശോധനകളും ഒക്കെ കിഫ്ബിക്ക് ആവശ്യമായിട്ട് വരും. എങ്ങനെയെങ്കിലും പണം ചിലവഴിക്കാനല്ല, ആ സാങ്കേതികമായിട്ടുള്ള ക്വാളിറ്റി അഷ്വർ ചെയ്തുകൊണ്ടാണ് ചെയ്യുന്നത്. അതാണ് കിഫ്ബിയുടെ പ്രത്യേകത. അതുകൊണ്ട് ചിലപ്പോൾ ചില കാലതാമസങ്ങളും ചില
പ്രതിസന്ധികളൊക്കെ കിഫ്ബിയിൽ വരാറുണ്ട്. ഈ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നതായിട്ടുള്ള കമ്പനികൾക്ക് വരാറുണ്ട്. അതൊക്കെ മറ്റു ചില സാധാരണഗതിയിൽ നടക്കുന്നത് പോലെ അങ്ങ് നടക്കുന്നില്ല എന്ന മറ്റുള്ള ദുഷ്പ്രചരണങ്ങളും ചില കേന്ദ്രങ്ങൾ നടത്തുന്നു. അതിലൊന്നും കാര്യമില്ല. സുതാര്യമായി സത്യസന്ധമായി നാടിൻ്റെ വികസനത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു ധനകാര്യ സ്ഥാപനം എന്നുള്ള നിലയിൽ കിഫ്ബിക്ക് ഇനിയും ധാരാളം മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന ആത്മാർത്ഥമായിട്ടുള്ള ആശംസയാണ് ഈ 25ാം വാർഷിക വേളയിൽ, രജത ജൂബിലി ആഘോഷവേളയിൽ ഒരു നിയമസഭാ സാമാജികൻ എന്നുള്ള നിലയിലും 5 വർഷക്കാലം മന്ത്രി എന്നുള്ള നിലയിൽ കിഫ്ബിയുടെ പ്രവർത്തനങ്ങൾ നേരിട്ട് മനസ്സിലാക്കാൻ സാധിച്ച ഒരാളെന്നുള്ള നിലയിലും എൻ്റെ വിനീതമായിട്ടുള്ള ആശംസകൾ ഞാൻ ഒരിക്കൽ കൂടി അർപ്പിക്കുന്നു. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. രജത ജൂബിലിയിൽ കിഫ്ബി ഉറപ്പാക്കുന്നു ധനലഭ്യത, ഗുണനിലവാരം, സമയക്രമം.